ലൊക്കേഷൻ ഇതാണ് കാണിക്കുന്നത്. ഇനി അഡ്രസ്സ് കണ്ടുപിടിക്കണം. അത് ഈ ഡോക്യുമെന്റിൽ കാണുമല്ലോ. ഒന്ന് നോക്കാം. നിധി ഒന്ന് വിളിച്ചാലോ? ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങിയ പിന്നെ ആ പാവം സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. വൈകുന്നേരം നിധിയും കൂട്ടി ഒന്ന് പുറത്തു പോവാം. എന്തായാലും ആളെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ നിധി, ഈ ക്ലാസ്സിലാണോ? അല്ല, എന്തു പറ്റി? അല്ല, ക്ലാസ്സിലാണെങ്കിൽ ഇറങ്ങിയിട്ട് എന്നെ കൊണ്ട് വിളിച്ചാൽ മതി. അല്ല, ഞാനിപ്പോ ഫ്രീയാ. പറഞ്ഞോ ഗൗതം. ഇന്ന് വൈകുന്നേരം നിനക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? എന്താ ഗൗതം, എന്താ കാര്യം? അല്ല, വേറൊന്നുമല്ല. നമുക്കൊന്ന് പുറത്തു പോയാലോ എന്നൊരു തോന്നൽ. രാത്രി ഭക്ഷണം പുറത്തുനിന്ന് ഒരു സിനിമയ്ക്ക് പോവാം. പിന്നെ രാത്രിയിൽ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി തിരിയണം. ആഹാ, സാറിന്ന് ഫുൾ എൻജോയ്മെന്റ് മൂഡിലാണല്ലോ. എന്താ ഇപ്പൊ വിശേഷം? ഒന്ന് സന്തോഷിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സർപ്രൈസ്. നേരത്തെ വരാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ഇല്ല, ടീച്ചർ ഇതിന് മറുപടി പറഞ്ഞില്ല. സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞാ വരുമോ ഇല്ലയോ എന്ന് ഞാനും പറയാം. സർപ്രൈസ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വരുമോ ഇല്ലയോ അത് മാത്രം പറ. ഇന്നൊന്ന് അടിച്ചു പൊളിക്കണം, അത്രേ ഉള്ളൂ എന്റെ ഉദ്ദേശം. ഓക്കെ, സമ്മതിച്ചു. ഞാൻ വന്നേക്കാം. എന്താ പോരെ? ഓക്കെ, ഞാൻ കാത്തിരിക്കും. കേട്ടല്ലോ. ബൈ. ബൈ. ഹലോ. എന്റെ ദൈവമേ, പണം പോയോ? അയ്യോ അയ്യോ, പൈസ. എന്റെ ജോർജെ, അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. ശിടാ, പുതിയ പാർട്ടിയാ. 50,000 രൂപയും ഞാൻ അവന്റെ കൈ കൊടുത്തു വിട്ടെന്നേ. ഇനിയിപ്പോ അവൻ പണി തന്ന എല്ലാ ലക്ഷണമുണ്ട്. താൻ വെറുതെ ചൂടാവാതിരിക്കും. ഒരു കാര്യം ചെയ്, ഞാൻ വേറെ കൊണ്ടുതരാം. ഇല്ല, ഞാൻ തന്നെ വരാന്നേ. താനൊന്ന് സമാധാനപ്പെടറോ ജോർജ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ ജോർജിന്റെ അടുത്ത് ക്യാഷുമായിട്ട് വരാം. എന്താ പോരെ? എടോ, താനിത് ഇവിടെ പോയി കിടക്കായിരുന്നു. താനെന്താ പൈസ കൊണ്ട് കൊടുക്കത്തെ? അത് പിന്നെ ഞാൻ എന്താണോ നിന്ന് പരുങ്ങുന്നേ? വായ തുറന്ന് എന്തേലും ഒന്ന് പറ. ആ പണം എവിടെ? എടോ, 50,000 രൂപ എവിടെയെന്ന്? അത് പിന്നെ ഒരു കള്ളം വന്ന് പിടിച്ചു പറിച്ചോണ്ട് പോയി. പിടിച്ചു പറിച്ചോണ്ട് പോയോ? ആര്? ഞാൻ വൈഫിനോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഏതൊരുത്തം വന്ന് കണ്ണില് മുളകുപൊടിയും വാരിയിട്ടിട്ട് പൈസയും തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോയി. അപ്പോ 50,000 രൂപ തുലച്ചല്ലേ? സോറി സർ. സോറി ഇവിടെ ഒന്നും കേൾക്കണ്ട. ACP സാർ പറഞ്ഞുകൊണ്ട് മാത്രമാ നിന്നെ ഇവിടെ ജോലിക്ക് എടുത്തത്. സാർ, നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? പരാതിയൊക്കെ എഴുതി നീ തന്നെ പോക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നാ മതി. പോലീസിനോട് ചെന്ന് പറഞ്ഞിട്ട് വേണം ഇനി എന്നെ കൂടെ പിടിച്ച് അകത്തിടാൻ. ദേ നോക്ക്, എനിക്ക് തന്റെ ഉടായ്പകളൊന്നും കേൾക്കണ്ട. ഈ പറഞ്ഞത് ഒരു കള്ളക്കഥയാണോ എന്ന് ആർക്കറിയാം? അയ്യോ ഇല്ല സാർ, സത്യമാണ് ഞാൻ പറഞ്ഞത്. സത്യമായാലും ശരി കള്ളമായാലും ശരി, എന്റെ 50,000 രൂപ നീ എനിക്ക് തന്നേ പറ്റൂ. അയ്യോ സാർ, 50,000 രൂപ തരാൻ ഇപ്പൊ എന്റെ കയ്യിലില്ല. പൈസ ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഈ ജോലിക്ക് വന്നത്. എനിക്കൊരു ന്യായവും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ബൈക്കിന്റെ ചാവി ഇതാ. സാറേ, എന്റെ ഫോൺ ഇങ്ങതാ. നിന്റെ ഫോണും സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ ഇരിക്കട്ടെ.
എപ്പോഴെങ്കിലും എന്റെ പൈസ ഈ മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഞാനിതൊക്കെ തിരിച്ചു തരാം. സാർ ഞാൻ എവിടെ നിന്നെങ്കിലും പൈസ ഒപ്പിച്ചുകൊണ്ട് വരാം സാർ. ആ ഫോൺ ഇങ്ങനെ സാർ. ഇറങ്ങി പോടോ ഇവിടുന്ന്. പൈസയും കൊണ്ടല്ലാതെ ഇനി എന്റെ ഓഫീസിൽ കാലുകുത്തി പോരുത്. പോ വെളിയിൽ. തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? ഈ 50,000 രൂപ ഇനി എങ്ങനെ തിരിച്ചു കൊടുക്കും? ഇനി എന്ത് ചെയ്യും? എങ്ങനെയും ആ സർട്ടിഫിക്കറ്റുകളും ഫോണും അയാളുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയേ പറ്റൂ. എന്താ ഒരു വഴി?